ഓട്ടിസം ഒരിക്കലും ഒരു ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രോഗമോ ആയിട്ട് കാണേണ്ടതല്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ശരിയായ ഒരു ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫും കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കളി കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോയ് കാർ അവർ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇവർ ഇത് തന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചക്രത്തിലായിരിക്കും ഇവർ കളിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഓട്ടിസം നമുക്ക് ഏർലി ആയിട്ട് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഈ നോർമലായിട്ടുള്ള ഈ റെസ്പോൺസ് ഉണ്ടാവില്ല. ഇവർ ചിരിക്കില്ല, കണ്ണിലേക്ക് നോക്കില്ല. ഇത് തന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും തുടരുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. ഈ ഓട്ടിസം പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ എന്നാണ് രക്ഷിതാക്കളുടെ ഉത്കണ്ഠ. എന്തുകൊണ്ടാണ് ഓട്ടിസം വരുന്നത്, ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ഓട്ടിസം. പലരും ഓട്ടിസത്തെ ഒരു രോഗമായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഓട്ടിസം ഒരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഓട്ടിസം വരുന്നത്, ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി വാണിയമ്പലം. മുമ്പൊക്കെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ 1970 കാലഘട്ടത്തിലെ സ്റ്റഡീസ് പ്രകാരം 1,00,000 കുട്ടിക്കാണ് ഓട്ടിസം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ADHD പോലെയുള്ള അസുഖങ്ങൾ വന്നിരുന്നെങ്കിൽ ഇന്ന് 100 കുട്ടിക്ക്, പുതിയ സ്റ്റഡീസ് പ്രകാരം 100 കുട്ടിയെങ്കിലും ഓട്ടിസം ബാധിച്ച് ബുദ്ധിമുട്ടുന്നു എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസും, ഐസക് ന്യൂട്ടൺ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇലോൺ മസ്ക് പോലെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും വലിയ ബിസിനസ് ഐക്കൺസ് ആണെങ്കിലും ഇവരൊക്കെ ചെറുപ്പത്തിൽ ഓട്ടിസം കൊണ്ട് സഫർ ചെയ്തവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓട്ടിസം ഒരിക്കലും ഒരു ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രോഗമോ ആയിട്ട് കാണേണ്ടതല്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ശരിയായ ഒരു ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫും കൊടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഓട്ടിസം വരുന്നത് എന്ന് പലപ്പോഴും അമ്മമാർ ചോദിക്കാറുണ്ട്. ഇത് അമ്മമാരുടെ കുറ്റം കൊണ്ടാണോ, അവരുടെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണോ? പലപ്പോഴും അവർ ഈ കുറ്റപ്പെടുത്തൽ വീട്ടിൽ നിന്നും അവർ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഓട്ടിസം ഒരു കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട്, അത് ജെനറ്റിക്സിൽ ഉണ്ടാകുന്ന പല ട്രേറ്റ്സും കയറി വരുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഒരു അമ്മയുടെ ശീലങ്ങളോ അമ്മയുടെ ശ്രദ്ധയില്ലായ്മയോ കൊണ്ട് വരുന്നതല്ല. ഈ ഓട്ടിസം നമുക്ക് ഏർലി ആയിട്ട് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഈ ചെറുപ്പകാലത്ത് തന്നെ, ചെറിയ 6 months മുതലുള്ള ബേബീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഐ കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് വരില്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഒരു 3 months കഴിഞ്ഞാൽ തന്നെ ഇവർ നോർമലായിട്ട് നമ്മളൊരു കുട്ടിയെ നോക്കുമ്പോൾ അവർ കണ്ണിലേക്ക് നോക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് നോക്കും. നമ്മൾ ചിരിക്കുകയാണെങ്കിൽ അവർ ആ ചിരിയെ മിമിക് ചെയ്ത് അവരും ചിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്ന 6 months മുകളിലേക്കാണെങ്കിൽ നമ്മൾ അവരോട് കൈ കാണിച്ചാൽ അവരും അതുപോലെ അതിനൊരു റെസ്പോൺസ് അവർ തരും. നോർമലായിട്ട് അങ്ങനെ കാണിക്കും. പക്ഷെ ഓട്ടിസം ഉള്ള കുട്ടികളിൽ ഈ നോർമലായിട്ടുള്ള ഈ റെസ്പോൺസ് ഉണ്ടാവില്ല. ഇവർ ചിരിക്കില്ല, കണ്ണിലേക്ക് നോക്കില്ല. ഇത് തന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും തുടരുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ഈ സ്പീച്ച് ഡെവലപ്മെൻറ്റിലും പലപ്പോഴും സംസാരത്തിൽ ഡിലേ ഉണ്ടാവും. തീർച്ചയായിട്ടും 1 വയസ്സിനുള്ളിൽ ഒരു കുട്ടി അമ്മ എന്നൊരു വേർഡെങ്കിലും വിളിക്കും. അങ്ങനെ ഈ 1 വയസ്സ് കഴിഞ്ഞിട്ടും 2 വയസ്സായിട്ടും ഇങ്ങനെ ഒരു അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കുട്ടികൾ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാക്ക എന്നായിരിക്കും, അല്ലെങ്കിൽ തത്ത എന്നായിരിക്കും, ഈസി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വേർഡ്സ് ആയിരിക്കും. അമ്മ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഓട്ടിസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ ഏജ് പ്രോഗ്രസ് ചെയ്യുന്തോറും ചില കുട്ടികൾ 2 വയസ്സ് കഴിഞ്ഞിട്ടും 3 വയസ്സായിട്ടും സംസാരിക്കാത്ത കുട്ടികളുണ്ടാവും. പിന്നെ നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കളി കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോയ് കാർ അവർ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇവർ ഇത് തന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചക്രത്തിലായിരിക്കും ഇവർ കളിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ചക്രം മാത്രം ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. ആ ചെയ്യുന്ന പ്രവൃത്തി അവർ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവരായിട്ടുള്ള ഇൻ്ററാക്റ്റീവ് ഗെയിംസിൽ ഇവർ
അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ചെറിയ കുട്ടികൾ നമ്മൾ പിന്നെ ഒളിച്ചു കണ്ടു ഒക്കെ കളിക്കുന്ന പോലെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് പോലെയുള്ള കളികൾ പറയും. അതിനോടൊന്നും ഒരിക്കലും പ്രതികരണമില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഈ കുട്ടികളിൽ ഉണ്ടാവുക. പിന്നെ ഭാവിയിൽ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഇവരെ സ്കൂളിലും മറ്റൊക്കെ ചേർക്കുമ്പോൾ ഇവർക്ക് പലപ്പോഴും പഠന വൈകല്യങ്ങളും കാണാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഓട്ടിസത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയും അസോസിയേറ്റഡ് ആയിട്ട് തന്നെ ADHD പോലുള്ള രോഗങ്ങളും അസോസിയേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഈ ഓട്ടിസം എങ്ങനെയാ ഡയഗ്നോസ് ചെയ്യാന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഓട്ടിസത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രക്തപരിശോധനയോ അങ്ങനെ ഒരു സ്കാനിങ്ങോ ഇല്ല. ഒരു കുട്ടിയുടെയും ഇതുപോലെയുള്ള ബിഹേവിയറും ഇതുപോലെയുള്ള കാര്യങ്ങളും അനുസരിച്ച് ഒരു ഡോക്ടർക്ക് കറക്റ്റായിട്ട് ഓട്ടിസം ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓട്ടിസം പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ എന്നാണ് രക്ഷിതാക്കളുടെ ഉത്കണ്ഠ. ഈ ഓട്ടിസം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. ആ ഓട്ടിസത്തിലൂടെ അവരുടെ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരും പല രീതിയിൽ അവരുടെ കഴിവുകൾ തെളിയിച്ച് അവർ വലിയ സയൻറ്റിസ്റ്റുകളും വലിയ വലിയ ബിസിനസ് ഐക്കോൺസുമായി മാറിയേക്കാം. അപ്പോൾ ഓരോ കുട്ടിയും നമ്മൾ ചെറുപ്പത്തിൽ ഈ ലക്ഷണങ്ങൾ അനുസരിച്ച് അവരെ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്ക് ഓട്ടിസത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാതാപിതാക്കൾക്കാണ് റോളുള്ളത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് സോഷ്യൽ ഇൻട്രാക്ഷന് ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കുക. ആ കുട്ടി എന്താണോ ആ കുട്ടിയെ മനസ്സിലാക്കി ആ കുട്ടിയോടൊപ്പം നമ്മളൊരു ക്വാളിറ്റി ടൈം എന്തായാലും ചിലവഴിക്കുക. അവർ കളിക്കുകയാണെങ്കിൽ അവരോടൊപ്പം ഇറങ്ങി കളിക്കാനും അവർക്ക് നല്ല നല്ല സ്റ്റോറീസ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ക്രമേണ നമുക്ക് അവരുടെ ഡെവലപ്മെൻറ്റ്സ് പോസിറ്റീവ് രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും മറ്റും കൺട്രോൾ ചെയ്യാനായിട്ട് അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം ഇവരിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇവരിൽ സ്ക്രീൻ ടൈം എന്തായാലും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ക്രീൻ ടൈമും മറ്റും ഇവരിൽ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ ശക്തി അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഈ മാതാപിതാക്കൾ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ ചെറിയ പുരോഗതികളെ പോലും അഭിനന്ദിക്കുക, സ്നേഹത്തോടെയും ക്ഷമയോടുകൂടിയും നമ്മൾ അവർക്ക് നല്ലൊരു പിന്തുണ നൽകുക. ക്ഷമയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സാധാ കുട്ടികളെ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഓട്ടിസം ഉള്ള കുട്ടികളുടെ പാരൻസ്. ഒരു 100% അധികം ക്ഷമാശീലരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ദൈവം ഇങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കുന്നുണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ദൈവം അവർക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ കൊടുത്തത് എന്ന് സമാധാനിക്കുക. അങ്ങനെയുള്ള പാരൻസ് ഒരിക്കലും നിരാശരാകേണ്ടതില്ല. അവർക്കും ഭാവിയിൽ വലിയ വലിയ പൊസിഷനിലെത്താനായിട്ട് സാധിക്കും. ഇനി ഓട്ടിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.